ചോദ്യം 1. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെ? ആൻസർ ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. ചോദ്യം 2. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകൾ ശ്രദ്ധേയമായത്? ഓപ്ഷൻ ബി, ആനന്ദമഠം. 3. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറയിട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത്? ഓപ്ഷൻ സി, ഗാന്ധിജി. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്? ഓപ്ഷൻ എ, ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി. 7. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, അതുപോലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നു. തെറ്റുള്ളത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പരിഗണന. അത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി. ചോദ്യം 8. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? അതായത് ഇംപീച്ച്മെൻ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. അപ്പോൾ ഇതെല്ലാം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സവിശേഷതകളാണ്. 9. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. അതായത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇത് രണ്ടും എന്താണ്? മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. 10. നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ഉത്തരം ഓപ്ഷൻ എ, പ്ലേറ്റോ. 11. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെക്കുറിച്ചുള്ളതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അതുപോലെ അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഉത്തരം ഓപ്ഷൻ എ, ചട്ടമ്പി സ്വാമികൾ. 12. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. അയ്യങ്കാളി കല്ലുമാല സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശ്രീനാരായണ ഗുരു അരൂപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ നടത്തി. വൈകുണ്ഠസ്വാമികൾ ഐത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു. അപ്പോൾ ഇവിടെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ഡി, അതായത് സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചു എന്നത് രാമകൃഷ്ണ പിള്ളയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ശരിയായ ഉത്തരം വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. 13. ലണ്ടൻ മിഷൻ സൊസൈറ്റി അതായത് LMS മിഷനറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, തിരുവിതാംകൂർ. 14. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി, 1924 നവംബർ 1. 15. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാര്? ഉത്തരം ഓപ്ഷൻ എ, EMS നമ്പൂതിരിപ്പാട്. 16. 2024 നിലവിൽ വന്ന ലോക്സഭ എത്രാമത്തേതാണ്? ഓപ്ഷൻ സി, 18. 17. ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? ഓപ്ഷൻ ബി, ധർമ്മേന്ദ്ര പ്രധാൻ. 18. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? അത് ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് തെറ്റായ പ്രസ്താവന. കാരണം ജവഹർലാൽ നെഹ്റുവും ചൗവൻ ലായുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 19. താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. അതായത് ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. അതിനുശേഷം ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന അതായത് ISRO 1969 നിലവിൽ വന്നു. അതിനുശേഷം ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. അവസാനം ചന്ദ്രയാൻ ദൗത്യം. ഇപ്പോൾ ആൻസർ ഓപ്ഷൻ എ. 20. സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കുശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി കണ്ടെത്താനാണ്. അതായത് ഭിലായ് ഇരുമ്പുരുക്കുശാല ഛത്തീസ്ഗഡിൽ സ്ഥിതി ചെയ്യുന്നു. അതിന് സഹായിച്ച രാജ്യം സോവിയറ്റ് യൂണിയൻ, ഇന്ന് റഷ്യ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ റൂർക്കേല ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്നു. സഹായിച്ച രാജ്യം ജർമ്മനി. അതുപോലെ തന്നെ ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്നു. സഹായിച്ച രാജ്യം ബ്രിട്ടൻ.
അതുപോലെ തന്നെ ബൊക്കാറോ ഇരുമ്പുരുക്കുശാല ജാർഖണ്ഡിൽ സ്ഥിതി ചെയ്യുന്നു. അതിനും സഹായിച്ച രാജ്യം റഷ്യ അല്ലെങ്കിൽ മുൻ സോവിയറ്റ് യൂണിയനാണ്. അപ്പോൾ ഇവിടെ തെറ്റായ ജോഡി നാലാമത്തേതാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി.